അസ്സലാമലൈക്കും, വെൽക്കം ടു പൊമ്മിയപ്പു വ്ലോഗ്സ്. അപ്പം ഞാൻ ഇന്ന് ഒരു ഫേസ് വാഷ് റിവ്യൂ ആണ് ചെയ്യാൻ പോകുന്നത്. ഇത്രയും ഫേസ് വാഷ് ഉണ്ട്, കുറേ ഉണ്ട്, എല്ലാം താഴെ പോകുന്നു. ഞാനിവിടെ ഒന്ന് വെക്കാം. ഓക്കെ, കുറേ ഉണ്ട്. ഇതൊക്കെ ഞാൻ യൂസ് ചെയ്ത ഫേസ് വാഷുകളാണ്. യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നതും യൂസ് ചെയ്യുന്നതും ഫേസ് വാഷാണ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഞാൻ വിചാരിച്ചു, ഞാൻ കുറേ ഫേസ് വാഷ് യൂസ് ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ടും കാര്യങ്ങളും എങ്ങനെയാണെന്ന് വെച്ചാൽ പറയാമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്തായാലും വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഞാൻ ഫേസ് വാഷ് എന്തായാലും യൂസ് ചെയ്യും. ചെറുപ്പം മുതലേ ഞാൻ ഫേസ് വാഷ്, ചെറുപ്പം വെച്ചാൽ ഒരു 9th 10th ആകുമ്പോഴേ ഫേസ് വാഷൊക്കെ യൂസ് ചെയ്യാറുണ്ടായിരുന്നു. എന്നൊക്കെ എല്ലാവരും പറയും വെറുതെ ഇതൊന്നും യൂസ് ചെയ്യണ്ട, ഇപ്പോൾ ഇപ്പം ചെറുതല്ലേ, അങ്ങനെ യൂസ് ഒന്നും ചെയ്യണ്ട, ഫേസ് ഫുള്ള് ഡാമേജ് ആവും എന്നൊക്കെ പറയായിരുന്നു. പക്ഷേ അപ്പോഴത്തെ ഒരു ക്യൂരിയോസിറ്റി, ഞാൻ അത് യൂസ് ചെയ്താൽ എങ്ങനെയാവുമെന്ന് ക്യൂരിയോസിറ്റിയിലാണ് ഞാൻ ഫസ്റ്റ് ഒരു ഫേസ് വാഷ് എടുത്തിട്ട് യൂസ് ചെയ്തത്. അപ്പോൾ ഞാൻ ഇപ്പോൾ കറൻ്റ്ലി ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഫേസ് വാഷും മുമ്പ് ഞാൻ യൂസ് ചെയ്ത ഫേസ് വാഷിൻ്റെയും റിവ്യൂ ആണ് ഞാൻ പറയാൻ പോകുന്നത്. ഏതാണ് പിന്നെ പേഴ്സണലി എനിക്ക് തോന്നിയ റിസൾട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ പറയാൻ പോകുന്നത്. പിന്നെ നിങ്ങൾക്ക് ഇതിൽ ചിലപ്പോൾ വേറെ ഒരു അനുഭവമായിരിക്കാം. ചിലപ്പോൾ എനിക്ക് നല്ലതാണെങ്കിൽ നിങ്ങൾക്ക് മേ ബി അത് അത്ര പോരാ, അങ്ങനെ ഉണ്ടാവാം. എനിക്ക് പോരാത്ത ഫേസ് വാഷ് നിങ്ങൾക്ക് ചിലപ്പോൾ അടിപൊളിയായിരിക്കാം. അപ്പോൾ എന്തായാലും ഞാനിപ്പോൾ യൂസ് ചെയ്യുന്ന റീസെൻ്റ്ലി ഞാൻ യൂസ് ചെയ്തുകൊണ്ടുണ്ടായ ഫേസ് വാഷിൻ്റെ റിവ്യൂ ആണ് പറയാൻ പോകുന്നത്. എല്ലാവരും ഇങ്ങനെ പി എച്ച് ബാലൻസ് അതൊന്നും അത്ര എനിക്ക് അറിയില്ല, എന്നാലും എൻ്റെ ഫേസിലേക്ക് അത് ചേരുന്ന ഫേസ് വാഷ് ആണോ അല്ലയോ, അങ്ങനെ കുറേ കാര്യങ്ങളാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് ഓഫ് തന്നെ ഞാനൊരു ഫേസ് വാഷ് എടുക്കുന്നുണ്ട്. ഇതാണ് ഞാനൊരു 9th മുതൽ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഫേസ് വാഷ്, ഹിമാലയ സിൻസ് 9030 പ്യൂരിഫൈ നീം ഫേസ് വാഷ്. ഇതൊരു നീം ഫേസ് വാഷാണ്. ഇത് എന്തിനാന്ന് വെച്ചാൽ പിമ്പിൾസ് ഉണ്ടായാൽ, ടീനേജിലൊക്കെ പിമ്പിൾസ് ഉണ്ടാവുമല്ലോ, അത് കുറയും എന്നാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ബാക്കിൽ കൊടുത്തിട്ടുണ്ട്. ഇത് കുറേ പേര് യൂസ് ചെയ്യുന്നവരുണ്ടാവാം, കുറേ പേർക്ക് ഇത് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇത് ഞാൻ പറയുന്നത്. ഇത് നല്ല അടിപൊളി നല്ലൊരു ഫേസ് വാഷാണ്. എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ട ഫേസ് വാഷാണ്. ബിക്കോസ് ഇത് എന്താണെന്ന് വെച്ചാൽ എനിക്ക് പിമ്പിൾസ് അങ്ങനെ വരാറില്ല. ഇപ്പോൾ ഒന്ന് ചെറുതായിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, ഫേസ് വാഷ് പിമ്പിൾസ് അങ്ങനെ വരാറില്ല. വരുന്നത് എനിക്ക് ഈ പീരിയഡ്സിൻ്റെ കുറച്ച് ഒരു 2-3 days മുമ്പ് വരും. പീരിയഡ്സ് ആവാറായിന്ന് ഇങ്ങനെ ഒരു സിഗ്നൽ തരാൻ വേണ്ടിയിട്ട് ഇടയ്ക്കൊരു മൂക്കിലോ അല്ലെങ്കിൽ ഒരു നെറ്റിൻ്റെ ഈ ഭാഗത്തോ അല്ലെങ്കിൽ കവിളിൻ്റെ എവിടെയോ എനിക്ക് പിമ്പിൾസ് വരാറുണ്ട്. അങ്ങനെ കുറേയൊന്നും വരാറില്ല, 1-2 പിമ്പിൾസാണ് വരുന്നത്. ആ വരുന്ന പിമ്പിൾസ് നല്ല പെയിനാണ്, സത്യം പറഞ്ഞാൽ നല്ല പെയിനാണ്. അത് തൊടുമ്പോൾ തന്നെ നല്ല പെയിനാണ്. അപ്പോൾ അതിന് വേണ്ടിയാണ് ഞാൻ ഈ ഫേസ് വാഷ് ഫസ്റ്റ് ഒരു 9th മുതൽ യൂസ് ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ ഇത് എനിക്ക് നല്ലൊരു റിസൾട്ടാണ് തന്നിട്ടുള്ളത്. എനിക്ക് ഇത് നല്ലോണം എനിക്ക് ചേരുന്ന ഫേസ് വാഷാണ്. നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് അറിയില്ല. ഇത് യൂസ് ചെയ്താൽ ചിലപ്പോൾ
നെഗറ്റീവ് അവർക്ക് ഉണ്ടായിട്ടുണ്ടാവാം മേ ബി. പക്ഷേ എനിക്കിത് നല്ല അടിപൊളി ഫേസ് വാഷാണ്. ഇത് ഞാൻ കുറേ പേർക്ക് സജസ്റ്റ് ചെയ്ത ഒരു ഫേസ് വാഷാണ്, എൻ്റെ സിസ്റ്റേഴ്സിനായാലും. പിന്നെ എൻ്റെ സിസ്റ്ററിനൊക്കെ ഇത് അത്ര ചേരുന്നുണ്ട്. പക്ഷേ അവൾക്ക് ബ്ലാക്ക് ആവും, അവളുടെ ഫേസ് ഇങ്ങനെ ബ്ലാക്ക് ആവും. എനിക്ക് ഫസ്റ്റൊക്കെ അങ്ങനെ തോന്നിയിട്ടുണ്ട് ബ്ലാക്ക് ആവും, പിന്നെ അതൊന്നും നോർമലായിട്ട് വന്നോളും. പക്ഷേ എന്തായാലും എനിക്കിത് നല്ലോണം ചേരുന്ന ഒരു ഫേസ് വാഷാണ്. ഇതൊരു 10-13 വർഷമായും തോന്നുന്നു ഞാൻ യൂസ് ചെയ്യുന്നത്. ഞാൻ കറൻ്റ്ലി വേറെ ഫേസ് വാഷ് യൂസ് ചെയ്യുമ്പോൾ ഞാനിത് നിർത്താറുണ്ട്, ഇല്ലെങ്കിൽ ഞാൻ നൈറ്റ് യൂസ് ചെയ്യാറുണ്ട്. യൂസ് ചെയ്താൽ ഇങ്ങനെ പിമ്പിൾസ് മാത്രമല്ല, ഇങ്ങനെ ഒരു പൊടിയെ പോലെ ഇങ്ങനെ പൊങ്ങി വരില്ലേ, അതൊക്കെ മാറുന്ന ഒരു ഫേസ് വാഷാണ്. അപ്പോൾ എനിക്കിതെന്തായാലും ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഫസ്റ്റ് തന്നെ നല്ലൊരു റിവ്യൂ ആണ് ഇതിൻ്റെത്. അതിനടുത്ത് കുറേ ഫേസ് വാഷ് ഉണ്ട് ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് എന്താ തോന്നിയ റിസൾട്ട്, അതാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യുന്നുള്ളത്. അല്ലാതെ ഞാൻ ഡയറക്റ്റ് പോയി വാങ്ങിച്ചിട്ട് ഇതിങ്ങനെയാണ്. കാരണം ഞാൻ എൻ്റെ ഫേസിൽ തന്നെ യൂസ് ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ട് എന്താണെന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാൻ പോകുന്നത്. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ ഇതെനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ട്. അടുത്തത് ഞാനൊരു ഹിമാലയയുടെ തന്നെ ഒരു ഫേസ് വാഷാണ് റിവ്യൂ ചെയ്യുന്നത്. ഇത് ഹിമാലയ ടാൻ റിമൂവൽ ഓറഞ്ച് ഫേസ് വാഷാണ്. ടാനൊക്കെ റിമൂവ് ചെയ്യും എന്നാണ് ഈ ഫേസ് വാഷിൽ മെയിനായിട്ട് ഇവർ ഹൈലൈറ്റ് ചെയ്തിട്ട് എഴുതിയിട്ടുള്ളത്. പക്ഷെ എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ ടാൻ ഇങ്ങനെ റിമൂവ് ചെയ്യുമെന്നിട്ട്. പക്ഷെ ഒരു ചെറിയ രീതിയിലൊരു ഗ്ലോ തരുന്നുണ്ട് ഓറഞ്ച് പീൽ ഹണി. അപ്പോൾ ചെറിയ രീതിക്കൊരു ഗ്ലോ തരുന്നുണ്ട് ഈ ഫേസ് വാഷ്. അല്ലാതെ എനിക്ക് വേറെ പ്രത്യേകിച്ച് ടാൻ റിമൂവ് ചെയ്യും അതൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. പേഴ്സണലി എനിക്ക് തോന്നിയിട്ടില്ല. മേ ബി നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവും, പക്ഷെ എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷേ ഇത് ഹിമാലയയുടെ തന്നെ അവരുടെ തന്നെ ഫേസ് വാഷാണ്. ഫസ്റ്റ് ഓഫ് ഓൾ ഹിമാലയ നീം ഫേസ് വാഷ് അതെനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതും ഒരു ഓക്കെ ഫേസ് വാഷാണ് കേട്ടോ. എനിക്ക് അത്ര ഒരു ഓക്കെ ഒരു 50-50, എന്തായാലും ഒരു അത്യാവശ്യം ഒരു ചെറിയ ഗ്ലോ തരുന്നുണ്ട്. കൊള്ളാം. അങ്ങനെ നല്ലോണം മോശമാണെന്നല്ല, പക്ഷെ ടാൻ റിമൂവൽ അല്ല, എനിക്കത് ടാൻ റിമൂവ് ചെയ്തിട്ട് തന്നിട്ടില്ല. അപ്പോൾ ആ ഒരു ഇതുള്ള അല്ലാതെ ഒരു ഗ്ലോ ഒക്കെ തരുന്ന ഒരു ഫേസ് വാഷാണ്. അത് മാത്രമല്ല നല്ല സ്മെല്ലും കൂടിയാണ്. എനിക്ക് ഈ സ്മെല്ല് ഭയങ്കര ഇഷ്ടമാണ്. മൂക്കൊക്കെ ഭയങ്കര ഇഷ്ടമായ ഒരു സ്മെല്ലാണ്. അപ്പോൾ ഇതാണ് ആ ഫേസ് വാഷ്. ഇത് ഹിമാലയ ടാൻ റിമൂവൽ ഓറഞ്ച് ഫേസ് വാഷാണ്. ഓക്കെ, അപ്പോൾ ഇത് കഴിഞ്ഞു, പിന്നെ ഇതും കഴിഞ്ഞു. അപ്പോൾ കഴിഞ്ഞത് ഈ സൈഡ് വെക്കാം, ഇല്ലെങ്കിൽ പിന്നെ ഞാൻ അതിൻ്റെ റിവ്യൂ പറയും. ഓക്കെ, അടുത്തതായിട്ട് ഞാനൊരു ഫേസ് വാഷ് പരിചയപ്പെടുത്തുന്നല്ല, ഓൾറെഡി നിങ്ങൾക്കറിയാം. ഇതൊരു പോൺസിൻ്റെ ഫേസ് വാഷാണ്. ഇതൊരു ശരി ഫേസ് വാഷാണ് കേട്ടോ. ഇത് എന്താണെന്ന് പറഞ്ഞാൽ സെയിം പോൺസ് ക്രീമൊക്കെ അല്ലേ, അതിൻ്റെ ഒരു സ്മെല്ലാണ്. ഈ ഫേസ് വാഷ് ഞാൻ അത്ര യൂസ് ചെയ്തിട്ടില്ല, ഇത്രയോളം ഉണ്ടാവും. ബിക്കോസ് എനിക്കിത് ബ്രൈറ്റനിങ്, ഇതിൽ പറഞ്ഞിരിക്കുന്നത് ബ്രൈറ്റ്നെസ് തരും, ബ്രൈറ്റ് ബ്യൂട്ടി സ്പോട്ട്ലെസ് ഗ്ലോ ഫേസ് വാഷാണിത്. പക്ഷേ എനിക്കിതൊന്നും ബ്രൈറ്റൊന്നും തന്നിട്ടില്ല, ഒരു നോർമൽ ഫേസ് വാഷ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഞാനൊരു 10-ൽ 3 മാർക്സൊക്കെ കൊടുക്കും. അത്ര 3 മാർക്സേ കൊടുക്കുള്ളൂ. എനിക്കത് ബ്രൈറ്റായിട്ടൊന്നും തോന്നിയിട്ടില്ല, പിന്നെ ഇതൊരു വർത്തായിട്ടും തോന്നിയിട്ടില്ല. അങ്ങനത്തെ ഒരു ഫേസ് വാഷാണ്. ഇതിൻ്റെ റേറ്റ് കാര്യങ്ങളൊക്കെ കൊടുക്കാം. ഇതിൻ്റെ റേറ്റ് എത്രയാണോ എനിക്ക് ഓർമ്മ. ഇതൊരു 25 റുപ്പീസിനേ ഉള്ളതാണ്. ഇതൊരു 25 റുപ്പീസ്. പക്ഷെ ബ്രൈറ്റ്നെസ് ഒന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. പേഴ്സണലി എനിക്ക് ബ്രൈറ്റ്നെസ് ഒന്നും ഫീൽ ചെയ്തിട്ടില്ല ഈ ഫേസ് വാഷ് ഇട്ടിട്ട്. അപ്പോൾ നിങ്ങൾക്ക്
നിങ്ങൾക്കത് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ എന്തായാലും വാങ്ങിക്കാം. എനിക്കിത് പേഴ്സണലി ബ്രൈറ്റ്നെസ് ഒന്നും തോന്നിയിട്ടില്ല. സോ ഒരു നോർമൽ ഫേസ് വാഷ് ഓക്കെ, ഒരു 3 മാർക്സ് ഒക്കെ കൊടുക്കും. ഇതാണ് ഫേസ് വാഷ് കണ്ടുവച്ചു. അപ്പോൾ ഇത് ഇങ്ങോട്ട് വെച്ചാൽ അടുത്തത് ഫേസ് വാഷ് 3 എണ്ണം ഉണ്ട് കേട്ടോ. ഇത് ഞാൻ യൂസ് ചെയ്തിട്ടില്ല. ഒരു പ്രാവശ്യം 2 പ്രാവശ്യം എന്തോ യൂസ് ചെയ്തിട്ടുള്ളൂ ഈ പാക്കറ്റ്, അല്ലാതെ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. ഇത് തീർന്ന 2 ഫേസ് വാഷാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾക്കറിയാം, ഞാൻ ഒരു പ്രാവശ്യം എടുത്തിട്ട് ഇത് വീണ്ടും വാങ്ങിക്കുകയാണെങ്കിൽ ഇത് നല്ല ഫേസ് വാഷ് ആയിരിക്കും. നല്ല ഫേസ് വാഷ്, ഇതിൻ്റെ pH ബാലൻസ് അതൊന്നും എനിക്കറിയില്ല. പക്ഷേ ഇതൊരു ബ്രൈറ്റനിങ് തരുന്ന ഫേസ് വാഷാണ്. ഫെയർ ആൻഡ് ലവ്ലി ഫേസ് വാഷ്. എനിക്ക് ഗ്ലോ, ഇതിൽ ഇൻസ്റ്റൻറ്റ് ഗ്ലോ പറഞ്ഞിട്ടുണ്ട്, പക്ഷേ ഗ്ലോ എന്നില്ല, പക്ഷെ ഒരു ബ്രൈറ്റ്നെസ് തരും. ഗ്ലോ എന്നല്ല, ബ്രൈറ്റ്നെസ് തരും. അങ്ങനത്തെ ഒരു ഫേസ് വാഷാണ് ഇത്. എൻ്റെ ഓൾറെഡി 2 കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ ഇപ്പോൾ റീസെൻ്റ്ലി കുറച്ചായി വാങ്ങിച്ചിട്ട് ഇത് ഞാൻ 2 തവണ യൂസ് ചെയ്തിട്ടുള്ളൂ. ബിക്കോസ് ഞാൻ വേറൊരു ക്ലെൻസർ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് അത്ര യൂസ് ചെയ്യാത്തത്. ഞാൻ എന്തായാലും യൂസ് ചെയ്യും. ഇതിൻ്റെ ഡേറ്റ് തീർന്നേക്കാളും മുമ്പ് എന്തായാലും യൂസ് ചെയ്യും. പിന്നെ ഇതിൻ്റെയൊക്കെ റേറ്റ് കാര്യങ്ങളൊക്കെ ഞാൻ ഇതിൻ്റെ സൈഡിൽ ഓരോന്ന് കാണിക്കുമ്പോൾ കൊടുക്കാമെന്ന് വിചാരിക്കുന്നു. ഇത് ഞാൻ റേറ്റ് പറയുന്നില്ല, ഓക്കെ, കാരണം മുമ്പത്തിൽ പറയാൻ വിട്ടുപോയി. അപ്പോൾ ഞാൻ വിചാരിച്ച് നെക്സ്റ്റ് കാണിക്കാമെന്ന്. അടുത്തതായിട്ടൊരു ഹിമാലയ ഫേസ് വാഷാണ്. ഹിമാലയ മോയ്സ്ചറൈസിങ് അലോവേറ ഫേസ് വാഷ്. ഇതിൻ്റെ മണം എനിക്ക് ഭയങ്കര ഇഷ്ടം. ഒരു കുക്കുംബറിൻ്റെ ഒക്കെ മണം. കുക്കുംബർ ഫേസ് വാഷാണ്. പക്ഷേ ഇതിൽ പറഞ്ഞിരിക്കുന്നത് മോയ്സ്ചറൈസിങ് ചെയ്യുന്നതാണ്. പക്ഷെ എനിക്കിത് തോന്നിയിട്ടുള്ളത് പേഴ്സണലി ഒരു ചെറിയൊരു കൂൾ തരും. പിന്നെ പ്രത്യേകിച്ച് വേറെ ഒന്നും തോന്നിയില്ല. ഇത് ക്യുക്കുംബർ ആൻഡ് അലോവേറ ഫേസ് വാഷാണ്. ഓക്കെ, ഡ്രൈ സ്കിന്നിനാണ് നന്നായിട്ട്. എൻ്റെ ഇത് ഒരു നോർമൽ മിക്സ് സ്കിന്നാണ്. അപ്പോൾ ഡ്രൈ സ്കിന്നിൻ്റെവർക്ക് ഇത് നല്ലതാണെന്ന് പറയുന്നത്. എനിക്കിത് കുഴപ്പമൊന്നുമില്ല. നല്ലൊരു ഇത് നമ്മൾ സ്വെറ്റ് ആവൂലേ, അപ്പോൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ഫേസ് വാഷാണ് ഹിമാലയയുടെ ഈ അലോവേറ ഫേസ് വാഷ്. ഓക്കെ, അടുത്തതായിട്ട് ഞാൻ കാണിക്കുന്ന ഒരു റിച്ചസ്റ്റ് ഫേസ് വാഷാണിത്. ഇതാണ് VLCCയുടെ ഫേസ് വാഷാണ്. ഈ ഫേസ് വാഷിൻ്റെ റിവ്യൂ പറഞ്ഞാൽ ഇത് വാങ്ങിച്ചതിൽ എനിക്ക് സത്യം പറഞ്ഞാലൊരു ഗിൽറ്റി അല്ല, എനിക്ക് മോശം അഭിപ്രായമുള്ള ഫേസ് വാഷാണ്. ബിക്കോസ് എനിക്ക് ഇത് ഒരു നോർമലായിട്ട് ഞാൻ ഫേസ് വാഷ് ചെയ്യാൻ പോയാൽ എങ്ങനെ ഉണ്ടാവും അതേപോലെ ഉണ്ടാവും. എൻ്റെ ഫേസ് എങ്ങനെയാണ് മുമ്പ് എങ്ങനെ ഉണ്ടാവും, വാഷ് ചെയ്തിട്ട് ഈ ഫേസ് വാഷിൽ വാഷ് ചെയ്ത ശേഷവും അതേ സെയിം എഫക്റ്റ് ആയിരിക്കും എനിക്ക് ഫേസിൽ. ഇതിൽ എന്താണ് പറഞ്ഞത്, സ്കിൻ വൈറ്റനിങ് ഫേസ് വാഷാണ്. വേസ്റ്റാണ് കേട്ടോ, ഇതിൻ്റെ ക്യാഷും വേസ്റ്റാണ്. അത് ഞാൻ അപ്പനോട് അത്രക്കും പറഞ്ഞിട്ട് ഒറ്റ ഫേസ് വാഷാണ്. പക്ഷെ ഞാൻ വിചാരിച്ചു ഇതിൻ്റെ റിവ്യൂ ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞാൽ ഉറപ്പായിട്ട് എൻ്റെ തല അത്രക്കോ ഞാനിങ്ങനെ എനിക്ക് വേണമെന്ന് പറഞ്ഞിട്ട് മേടിച്ച ഒരു ഫേസ് വാഷാണ് VLCCയുടെ. ഇതിൻ്റെ വേറെ പ്രോഡക്റ്റ്സ് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. പക്ഷേ ഈ പ്രോഡക്റ്റ് അത്ര വേസ്റ്റാണ് പറഞ്ഞാൽ പൈസ പോകുന്ന വഴി ഉണ്ടാവില്ല. 165 റുപ്പീസാണ് ഞാൻ വേസ്റ്റ് ചെയ്തത്. സത്യം പറഞ്ഞാൽ എനിക്ക് നല്ല വിഷമമാകുന്നുണ്ട്. ഇതിൽ എന്താണ് എഴുതിയതെന്ന് ഞാൻ പറയാം. സ്കിൻ വൈറ്റനിങ് ഫേസ് വാഷാണ്. അലോവേറ ആൻഡ് സാഫ്രോൺ ഓൾ സ്കിൻ ടൈപ്സിനും ചേരും. പിന്നെ ലൈറ്റൻസ് ആൻഡ് ബ്രൈറ്റൻ സ്കിൻ ടോണിനർ. ഇത് നന്നായിട്ട് ചേരും എന്നാണ് പറഞ്ഞത്. പക്ഷെ എനിക്ക് ഒട്ടും ചേർന്നില്ല പറഞ്ഞാൽ ഒരു ഡിഫറൻറ്റും ഈ ഫേസ് വാഷ് യൂസ് ചെയ്തിട്ട് എനിക്ക് കിട്ടിയില്ല.
അപ്പോൾ ഇത് ഞാൻ അത്ര യൂസ് ചെയ്തിട്ടുമില്ല, നല്ല നല്ല ക്വാണ്ടിറ്റി ഉണ്ട്. പക്ഷേ ഇതിൻ്റെ സ്മെല്ല് എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ. ഇത് ഞാൻ ഇടയ്ക്ക് ഹാൻഡ് വാഷൊക്കെ ചെയ്യാൻ യൂസ് ചെയ്യും. കാരണം കയ്യിലെന്തെങ്കിലും ഇങ്ങനെ പിടിച്ചാൽ ഞാൻ ഹാൻഡ് വാഷിന് ഇത് ജസ്റ്റ് ഒന്ന് കുറച്ച് ചെറിയൊരു ക്വാണ്ടിറ്റി യൂസ് ചെയ്താൽ മതിയാവും. ഇതിങ്ങനെ ഒരു ചെല്ലി. പക്ഷെ സ്മെൽ വൈസ് ഇതിൻ്റെ സ്മെല്ല് ഇങ്ങനെ ഇതിൻ്റെ മണം അത്രയ്ക്ക് ഇതാണ്, നല്ലൊരു നമുക്കൊരു ഇഷ്ടപ്പെടുന്ന സ്മെല്ലാണ്. ഈ സ്മെല്ല് കേട്ടാൽ നമുക്ക് തോന്നുക ഇത് നല്ല അത്യാവശ്യം നമുക്കൊരു റിസൾട്ട് തരുന്ന ഫേസ് വാഷ് ആണെന്ന്. പക്ഷേ ഒരു റിസൾട്ടും ഇല്ല. ഇത് എന്തായാലും വാങ്ങിക്കരുത്. പിന്നെ നിങ്ങളുടെ ഇഷ്ടം. ഇതിൻ്റെ വേറെ പ്രൊഡക്ട്സ് ഒന്നും എനിക്കറിയില്ല, മേ ബി കൊള്ളായിരിക്കും. പക്ഷേ ഇത് എനിക്ക് ഒട്ടും കൊള്ളത്തില്ല. ഓക്കെ, അടുത്തതായിട്ട് ഞാൻ ഫേസ് വാഷ് മോർണിംഗ് എനർജി ക്ലീൻ ആൻഡ് ക്ലിയർ ഫേസ് വാഷാണ്. ഇത് നോർമലി ഇത് എല്ലാവരും യൂസ് ചെയ്യുന്ന ഒരു ഫേസ് വാഷാണ്. അത് അത്യാവശ്യം ഓയിലൊക്കെ റിമൂവ് ചെയ്യുന്നുണ്ട്. ഫേസിലെ ഓയിൽ ഫേസ് ആയവർക്കൊക്കെ ഇത് നല്ല ഫേസ് വാഷാണ്. ഓയിൽ ഫ്രീ മോൺക്ലോത്ത് അത്രയേ ഉള്ളൂ. പക്ഷേ ഇതിൽ ബ്രൈറ്റ്നെസ് ഒന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. ഇതിൽ ബ്രൈറ്റ്നെസ്സിൻ്റെ കാര്യം യോജിച്ചിട്ടുണ്ട്, പക്ഷെ ബ്രൈറ്റ്നെസ് ഒന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. പക്ഷെ ഓയിൽ നമ്മുടെ ഫേസിലുള്ള ഓയിലൊക്കെ അത്യാവശ്യം റിമൂവ് ചെയ്യും, അത്രേ ഉള്ളൂ. വാങ്ങിക്കുന്നവർക്ക് വാങ്ങിക്കാം, പിന്നെ നിങ്ങളുടെ ഇഷ്ടം. അടുത്തതായിട്ട് ഫെയർ ആൻഡ് ലവ്ലിയുടെ തന്നെ ഫേസ് വാഷാണ് ആയുർവേദിക് കെയർ വിത്ത് കുങ്കുമാതി തൈലം. ഇതാണ് ആ ഫേസ് വാഷ്. ഈ ഫേസ് വാഷ് വന്നിട്ട് ഒരു അത്യാവശ്യം ഒരു ചെറിയൊരു ഗ്ലോ തരുന്നുണ്ട്. പക്ഷെ ഓവറായിട്ട് ഇതൊരു റിസൾട്ടൊന്നും തരുന്നില്ല. ഇതായാലും ഈ ഹിമാലയയുടെ ഓറഞ്ച് എന്തായാലും ഒരു സെയിം പോലെയാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. നിങ്ങൾക്ക് വാങ്ങിക്കുന്നെങ്കിൽ വാങ്ങിക്കാം. ഇപ്പം ഇതാണ് കറൻ്റ്ലി ഞാൻ യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ റിസൾട്ട് ഞാൻ എന്തായാലും പറയുന്നതിൻ്റെ 2-3 കാര്യങ്ങൾ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അത് എന്താണെന്ന് ഞാനൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. വീഡിയോ അല്ല, ജസ്റ്റ് ഒരു ഷോർട്ട് ചെയ്യുന്നുണ്ട്. അത് എന്താണെന്ന് അതൊരു സസ്പെൻസാണ്. അപ്പോൾ എനിക്കിത് നന്നായിട്ടല്ല, ഒരു അത്യാവശ്യം എന്താണെന്ന് ഞാൻ പിന്നെ പറയാം. വിറ്റമിൻ സി ഫേസ് വാഷാണ്. വിത്ത് ഡീപ്പ് ക്ലെൻസിങ്ങും കൂടിയാണ്. അപ്പോൾ ബ്രഷൊക്കെ ഉണ്ടെങ്കിൽ ഈ ഫേസ് വാഷ് ഞാൻ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് എന്തായാലും ചെയ്യുന്നതായിട്ടുണ്ടാവും. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഒരു ഫേസ് വാഷ് റിവ്യൂ ആണ്. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ റിവ്യൂ തന്നെ ആവണമെന്നില്ല. മേ ബി ചിലപ്പോൾ ഓരോരോ സ്കിൻ ടൈപ്പ് അല്ലേ, അപ്പോൾ അവർക്ക് ചേരുന്നത് ചിലപ്പോൾ എനിക്ക് ചേരുന്നുണ്ടാവില്ല, എനിക്ക് ചേരുന്നത് അവർക്ക് ചിലപ്പോൾ ചേരുന്നുണ്ടാവില്ല. അപ്പോൾ നിങ്ങൾക്കത് ടെസ്റ്റ് ചെയ്ത് നോക്കാവുന്നതാണ്. പിന്നെ പെട്ടെന്ന് ഇതിൻ്റെ റിവ്യൂ ഇതിൽ ഒരിക്കലും ഞാൻ പറയാം, ഇതിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, അതിൽ ബാക്കിൽ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് എന്തൊക്കെയാണ്, എങ്ങനെയാണ് ഡയറക്ഷൻ, ഇത് എന്തിനു വേണ്ടിയിട്ടാണ് ഉള്ളത്. പക്ഷെ അതൊരിക്കലും സത്യമാണെന്ന് എനിക്ക് തോന്നിയില്ല. കാരണം അതിൽ എഴുതിയ പോലെ ഒന്നും എനിക്ക് റിസൾട്ട് ഉണ്ടായിട്ടില്ല. അതിൽ മെൻഷൻ ചെയ്തത് അല്ലാത്ത റിസൾട്ട് എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അല്ലാതെ അതിൽ പറഞ്ഞ പോലെ തന്നെ റിസൾട്ട് എനിക്ക് ഉണ്ടായിട്ടില്ല. അതിലുണ്ടായത് എനിക്ക് ഹിമാലയ നീം ഫേസ് വാഷ് ഇല്ലേ, അത് ഞാൻ കുറേ ഇയറായി യൂസ് ചെയ്യുന്നത്. എനിക്ക് നല്ലോണം അത് റിസൾട്ട് തരുന്ന ഒരു ഫേസ് വാഷാണ്. കാരണം എൻ്റെ ഈ ചെറിയ ഇങ്ങനെ ചെറിയ രീതിയിൽ പൊന്തി വന്നാൽ പോലും ഞാൻ ആ ഫേസ് വാഷാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ട ഒരു ഫേസ് വാഷ് ഇതാണ്, ആ ഫേസ് വാഷ്. അപ്പോൾ ഇത് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ബിക്കോസ് എൻ്റെ പിമ്പിൾസ് റിമൂവ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ചെറുതായിട്ട് പൊങ്ങി കൊതുക് കടിച്ച അതിൻ്റെ ആ ഒരു കുത്തു പോലത്തെ ഒരു പൊങ്ങി വരില്ലേ, അതുപോലും ഇത് എനിക്ക് റിമൂവ് ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ
അതുകൊണ്ടാണ് ഞാൻ ഇത്രക്കും പറയുന്നത് എനിക്കത് ബെസ്റ്റാണെന്ന്. പിന്നെ കുറേ ഇയറായി ഞാനിത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിലും തീരാനായിട്ടുണ്ട്. അത് എവിടെ വരെ എത്തിയിട്ടുണ്ട്. ഓക്കെ, തീരാനായിട്ടുണ്ട്. ഇനി പുതിയത് വാങ്ങിക്കണം. അപ്പോൾ അത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇൻഷാല്ല ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് അടുത്തൊരു നല്ലൊരു കണ്ടൻ്റായിട്ട് ഞാൻ വരാം. എങ്ങനത്തെ വീഡിയോസ് വേണമെന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കുക. എനിക്കെന്തായാലും നിങ്ങളുടെ അടുത്ത് ഇങ്ങനെ വീഡിയോ ചെയ്ത് അത് വേണം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം. അതെന്ത് പിന്നെ അപ്പോൾ അത്രയേ ഉള്ളൂ. ഇന്നത്തെ ഫേസ് വാഷ് റിവ്യൂ ആയിരുന്നു എൻ്റെ വീഡിയോസ്. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഫേസ് വാഷിൻ്റെ റിവ്യൂ ആണ് ഞാൻ ഇന്ന് പറഞ്ഞത്. അതും ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് പേഴ്സണലി തോന്നിയ റിസൾട്ടാണ് നിങ്ങൾക്ക് ഞാൻ ഷെയർ ചെയ്തത്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ ഇൻഷാല്ല കാണാം. അതായിരിക്കും ബൈ. പിന്നെ ഒരു കാര്യം പറയാൻ മറന്നിട്ടില്ല. എന്തായാലും എല്ലാവരും എൻ്റെ വീഡിയോസ് കാണാം, പിന്നെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്തായാലും ഫസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക, എന്നിട്ട് അതിൽ സൈഡ് ബട്ടൺ ഒരു ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ഓൾ എന്ന് കൊടുക്കുക. എന്നാൽ ഫ്യൂച്ചറിൽ ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.